ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ അങ്ങനെ ഗ്രാൻഡ് ഫിനാലേക്ക് എത്താൻ ഇനി വെറും 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കുന്നു. ഈ 3 ആഴ്ച ബാക്കി നിൽക്കുമ്പോൾ ആരാണ് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് ആ ഗ്രാൻഡ് വീക്കിലേക്ക്, അവസാന വീക്കിലേക്ക് എത്താൻ അറിയാൻ വെറും ഇനി ദിവസങ്ങൾ മാത്രം. ഈ ആഴ്ച മൊത്തം ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങളായിരിക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന, ഈ വീക്കിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന ആരാണോ അവരായിരിക്കും ആ ഫൈനൽ വീക്കിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഭാഗ്യവാൻ. അവരറിയാൻ നമുക്ക് കാത്തിരിക്കാം. അതിനു മുന്നോടിയായി ഇന്ന് തന്നെ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ആദ്യ ടാസ്ക് ആരംഭിച്ചു. വാക്ക് ഇൻ റെയിൽ എന്ന ടാസ്കിൽ വളരെ നിസ്സാരമായിട്ട് വെറും 10 സെക്കൻഡോട് കൂടി തന്നെ അത് വിജയിച്ച് നെവിനാണ് ആദ്യ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും നമ്മുടെ ലാലേട്ടന്റെ എര അനുമോളും അനീഷും തന്നെയാണ്. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ അക്ബറിനെ ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ തലത്തിലേക്ക്, ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത് മൊത്തം ലാലേട്ടൻ വീണ്ടും ശ്രമിച്ചിട്ടുണ്ട്. അക്ബറിന് കൊടുക്കുന്ന സ്പേസ് നോക്കണം. അക്ബർ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇന്ററപ്ഷനോ ഒന്നും കൂടാതെ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് മൊത്തം പുള്ളി പറയുന്നത് മൊത്തം കേട്ടുകൊണ്ട് നിൽക്കും. ഒരു ഇന്ററപ്ഷൻ ഉണ്ടാകത്തില്ല. അതേസമയം അനുമോൾ ഒന്ന് പറഞ്ഞ് ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇന്ററപ്ഷൻ ആയിരിക്കും. അനു ഇരിക്കുന്ന കണ്ടായിരുന്നോ? നിസ്സഹായ അവസ്ഥയായിട്ട്. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാതെ, നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ പുച്ഛിച്ച്, അല്ലെങ്കിൽ അത് മനസ്സിലാകാത്ത, അതിനെ എതിർത്തുകൊണ്ട് പറയുന്ന എൻറ്റയർ ഹൗസ് അനുവിന് അഗെയിൻസ്റ്റ് ആണ്. അല്ലെങ്കിൽ ലാലേട്ടൻ കംപ്ലീറ്റ് ആയിട്ട്, ചാനൽ കംപ്ലീറ്റ് ആയിട്ട് അനുവിന് അഗെയിൻസ്റ്റ് ആണ്. അത് അനുവിന് ക്ലിയർ ആയിട്ട് ഇന്നലെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാതെ വളരെ നിസ്സഹായാവസ്ഥയായിട്ട് തലകുനിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്നിട്ടും ഇവർ പറയുന്നതിനൊക്കെ ഒരുപാട് മറുപടികൾ അനുവിന്റെ മനസ്സിലുണ്ട്. ഇതൊന്നും പറയാതെ നിസ്സഹായാവസ്ഥയിലിരിക്കുന്ന അനുവിനെയാണ് കാണാൻ പറ്റിയത്. അത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. അതോടൊപ്പം തന്നെ അനീഷിനെയും കൂടെ കുറച്ച് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹ്യൂമിലിയേറ്റ് ചെയ്യാന്ന് പറയത്തില്ലേ, ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കുക. ഒരു മനുഷ്യന്റെ, അതും ഒന്ന് ആലോചിക്കണം, 3 ആഴ്ച മാത്രം നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഹ്യൂമിലിയേഷൻ ഉണ്ടാകുന്നത്. അയാളുടെ കോൺഫിഡൻസ് ലെവലിനെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് ആലോചിക്കുക. ജയിലിലേക്ക് കൊണ്ടുപോയി, ജയിലിലേക്ക് അനീഷിനെ വിടുന്നത് തന്നെ അൺഫെയർ ആയിരുന്നു. എസ്പെഷ്യലി ഈ ആഴ്ച നടന്നത് അൺഫെയർ ആണെന്ന് ഞാൻ മുന്നേടും പറഞ്ഞതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അനീഷ് മികച്ച രീതിയിൽ ടാസ്കുകൾ എല്ലാം കളിച്ച് ടോപ്പ് സെക്കൻഡിൽ വന്നതാണ്. ആരിന് തൊട്ട് പിറകെ വന്ന ആ മനുഷ്യനെയാണ് എല്ലാവരും കൂടെ ചേർന്ന് ജയിലിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അനീഷിന് നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു. ആ ഫീലിങ്സും നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമിലിയേഷൻ ഏഷ്യന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജയിലിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇനാഗുറേഷൻ ചെയ്യുന്ന കണക്ക് അവിടെ എടുക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന അനീഷാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നുള്ള ബോർഡാണ് വെച്ചേക്കുന്നത്. കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അത് കൃത്യമായിട്ട് അനീഷിന്റെ മുഖത്തും വളരെ ആ വിഷമം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കയറി പോകുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. ലക്ഷ്മി മാത്രമാണ് കുറച്ചെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ട് അനീഷിനോട് സംസാരിച്ച് വിഷമിക്കേണ്ട, ഇതൊരു ഫണ്ണായിട്ട് എടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ലാലേട്ടൻ ഫണ്ണായിട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അനീഷ് ചിരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം വെളിയിൽ വന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബിഗ് ബോസ് എന്നോട് മാത്രം ഇങ്ങനെ എന്നുള്ളത് അനീഷ് ചോദിക്കുന്നുണ്ട്. ഓവറോൾ ഇതൊക്കെയാണ് നടന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് നെവിനെ പൊക്കി പറയുക, അനീഷ് നമ്മുടെ അക്ബറിനെ പൊക്കി പറയുക, അതോടൊപ്പം തന്നെ ആര്യനെ നല്ല ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോവുക. ഇതുള്ള സാധാരണ എല്ലാ വീക്കിലും നടക്കുന്ന ലാലേട്ടന്റെ കലാപരിപാടികളായിരുന്നു ഇന്ന് വീക്കിൽ നടന്നത്. അതോടൊപ്പം തന്നെ ലക്ഷ്മി പുറത്തായിരിക്കുന്നു, ലക്ഷ്മി ഔട്ടായിരിക്കുന്നു. ലക്ഷ്മി ഔട്ടായതിൽ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല. ലക്ഷ്മി ഔട്ടാവേണ്ട കണ്ടസ്റ്റന്റ് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു ഗെയിമർ ഒന്നും അല്ലായിരുന്നു ലക്ഷ്മി. ബട്ട് ലക്ഷ്മി കുറച്ച് കോൺട്രിബ്യൂഷൻസും കുറച്ച് കോൺട്രവേഴ്സീസും എല്ലാം ആ ഹൗസിലോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാസീവ് സപ്പോർട്ട്. ഒരു പക്ഷേ ആ കോൺട്രവേഴ്സി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ലക്ഷ്മി കുറച്ചും കൂടി മുന്നേ പുറത്താകേണ്ടതായിരുന്നു. ആ ഒരു വലിയൊരു കോൺട്രവേഴ്സി നടന്നതിനെ തുടർന്ന് മാത്രമാണ്, അതായത് വീട്ടിൽ കയറ്റത്തില്ല എന്നുള്ളൊരു പരാമർശവും ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്ന് ഇല്ല എന്ന് ഉറച്ചു നിന്ന ആ ഒരു പരാമർശത്തിന്റെ ബേസിസിൽ മാത്രമാണ് ലക്ഷ്മിക്ക് മാക്സിമം വോട്ടും ജനപിന്തുണയും കൂടുതൽ ലക്ഷ്മിക്ക് കിട്ടിയത്. അതുകൊണ്ട് ലക്ഷ്മിയും പുറത്തായിരിക്കുന്നു. സോ നാളെ മുതൽ എന്തായാലും ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളായിരിക്കും. ഓരോന്നായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ബൈ.